ഇവനും ഈ പെൺകുട്ടിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവർ ടൈം ട്രാവൽ ചെയ്തിട്ട് ഇവർ ചെറുപ്പകാലത്തേക്ക് വന്നിരിക്കുന്നതാണ്. ആ വൈറ്റ് ഹെയർ ഉള്ള ആൾ ഇവരുടെ മകനാണ്. ഇവർ 3 പേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ടൈം ട്രാവൽ ചെയ്ത് വന്ന സമയത്ത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇവർ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ഇവന് മാത്രമേ അറിയാവൂ. പ്രായമായ ഇവൻ്റെ അച്ഛനും അമ്മയും ടൈം ട്രാവൽ ചെയ്തിട്ട് ഇവരുടെ ചെറുപ്പകാലത്തിലോട്ട് വന്ന കാര്യങ്ങളൊന്നും ഇവനോ ആർക്കും അറിയില്ല, അവൾക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആ വൈറ്റുള്ള ഹെയർ ഉള്ള ആൾക്ക് പെട്ടെന്ന് ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. അവൻ്റെ ദേഹത്ത് അലർജി റിയാക്ഷൻ ഉണ്ടാവുകയാണ്. അവൻ പീനട്ട് ബട്ടർ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് ഈ ഒരു അലർജിക് റിയാക്ഷൻ വരുന്നത്. അവൻ്റെ അമ്മ നോക്കുമ്പോൾ ആ ഒരു ബർഗറിൽ പീനട്ട് ബട്ടർ ഉള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാണ്. ആ സമയത്ത് ഇവനും ചൊറിച്ചിലൊക്കെ പോലെ വരികയും ഇവൻ്റെ ദേഹത്തും അലർജിക് റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരെയും അവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അവിടുത്തെ നേഴ്സ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ക്ലാസ്മേറ്റ്സ് ആണോ അതോ നിങ്ങൾ ബ്രദേഴ്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ബ്രദേഴ്സിന് മാത്രമേ ഇങ്ങനെ സെയിം അലർജിയൊക്കെ ഉണ്ടാവൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവനും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ അലർജി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛന് ഈ അലർജി ഉണ്ടായിരുന്നു, അത് കാരണം എനിക്കും ഉണ്ടെന്നൊക്കെ പറയാണ്. ഇതൊരു മിനി ഡ്രാമയാണ്. ഈ ഡ്രാമയുടെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കുക. ഇതൊരു ഫാൻറ്റസി റിലേറ്റഡ് ഡ്രാമയാണ്, അതുകൊണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു.